പുഴക്കരയിലെ മണ്ണ് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. രാഹുൽ, കേൾക്കാമെങ്കിൽ ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിച്ചിരിക്കുന്നു അല്ലേ? അത് എങ്ങനെ പുരോഗമിക്കുന്നു? അതുപോലെ ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ കുറച്ച് കല്ലുകൾ നിരത്തി ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന് കുറച്ചുകൂടെ താഴത്തേക്ക് വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടോ എന്ന് തേടുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ട്രക്ക് ഉള്ള സ്ഥലത്തേക്കുള്ള ഒഴുക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടി നീർച്ചാലുകൾ തീർക്കേണ്ടതായി ഉണ്ട് എന്ന് ഇതിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അതായത് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി അതിന്റെ കൈകൾ നീട്ടി നീർച്ചാലുകൾ പുഴയിൽ കുറച്ചുകൂടി ഒരു സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൗത്യം വളരെ ആക്റ്റീവായി തന്നെ ഓണാണ്. സൈനിക ഉദ്യോഗസ്ഥർ തന്നെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ടെന്റൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്നലെ ഉണ്ടായ ഈ വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇന്ന് വളരെ ആക്റ്റീവായി തന്നെ റിസൾട്ട് ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് മുൻപ് തന്നെ റിസൾട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വളരെ ആക്റ്റീവായുള്ള ഒരു ദൗത്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മണ്ണ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മഴ ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങി എന്നത് കൂടിയാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മണ്ണുമാന്തി യന്ത്രം കുറച്ചുകൂടി മുന്നിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് അവിടെ ഒരുക്കി എന്ന് രാഹുൽ പറഞ്ഞല്ലോ. മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഉള്ളത്? ഏതൊക്കെ സംഘങ്ങളാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്? നിലവിൽ ഇവിടെ കരസേനയുണ്ട്, NDRF ഉണ്ട്, നാവികസേനയുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. പക്ഷെ അവർ ഈ ദൗത്യത്തിനായി ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല എന്നതാണ്. ഇപ്പം SDRF ഉണ്ട്, ഇവിടുത്തെ ഫയർഫോഴ്സിന്റെ സംവിധാനമുണ്ട്, പോലീസ് ഉണ്ട്. മറുകരയിലും നമ്മളിപ്പോൾ നിൽക്കുന്ന മറുകരയിലേക്ക് കൂടി പോലീസ് എത്തി എന്നതാണ്. പോലീസ് കൂടുതൽ സേനാംഗങ്ങൾ, കൂടുതൽ പോലീസുകാരും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗംഗാവലിയുടെ മറുകരയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിവിടെ നിന്ന് എന്തൊക്കെയോ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തായല്ല, കുറച്ചപ്പുറം മാറി നിന്നിട്ടാണ്. ഏതായാലും ഇവിടെ നിന്ന് മാറേണ്ടി വരുമോ എന്നൊരു സംശയമാണുള്ളത്. കാരണം ഈ മേഖലയിൽ മാധ്യമപ്രവർത്തകരെ തുടരാൻ അനുവദിക്കില്ല എന്ന് SP ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഈ ഡ്രോൺ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ ഡിബോട്ട് സംവിധാനമൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് ഒരുപക്ഷെ മൊബൈൽ ഫോണുകളുടെ കൂടുതൽ സാന്നിധ്യം തിരിച്ചടി ആയേക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും നമ്മളോട് ഇപ്പോൾ ഇവിടെ നിന്ന് മറുകരയിൽ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്.